ഒരു പെണ്ണിന് തന്നെ ദ്രോഹിച്ചവരോട് ഇത്രയും ക്രൂരമായിട്ട് പ്രതികാരം വീട്ടാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന സിനിമ. തന്നെ റേപ്പ് ചെയ്തവരെ കണ്ടെത്തി അവരെ ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിക്കണം, അവർ വേദന തിന്ന് തന്നെ മരിക്കണമെന്ന് തീരുമാനിച്ച പൊന്നി. അവളെ സഹായിക്കാനായി എത്തുന്ന സംഗയ്യ. സത്യം പറഞ്ഞ ചില സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് രോമാഞ്ചമാണ് ഉണ്ടായത്. സിനിമയുടെ ഫീല് മനസ്സിലാക്കണമെങ്കിൽ അത് കണ്ടു തന്നെ അറിയണം. ഞാനിവിടെ കഥയാ പറയുന്നത്. ഒരിക്കലും ആ ഫീല് കിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് കഥയൊന്ന് നോക്കിയാലോ? കീർത്തി സുരേഷ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന സാനി കൈതം എന്ന തമിഴ് സിനിമയുടെ കഥയിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായികയായ പൊന്നിയെയും നായകനായ സംഗയെയും കാണിക്കുന്നു. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു സ്ത്രീയെ ക്രൂരമായി കുത്തുകയും അവരെ ജീവനോട് കൂടി കത്തിച്ചു കളയുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ അയ്യയ്യോ എന്ന് പറഞ്ഞ് വയറ്റത്തടിച്ച് കരയുകയാണ്. പൊന്നിയും സംഗയെയും ആ സ്ത്രീയെ എന്തിനാണ് കൊന്നതെന്നും ദേ ഇപ്പോൾ ഒരു സ്ത്രീ വയറ്റത്തടിച്ച് കരയുന്നത് എന്തിനാണെന്നുമൊക്കെ വഴിയേ മനസ്സിലാകും. അതിനുശേഷം കാണിക്കുന്നത് ഒരു പഴയൊരു ഗോഡൌണാ. ആ ഗോഡൌണിൽ 4 പേരിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ 2 പേരാണെങ്കിൽ സഹോദരങ്ങളാണ്. അച്ഛൻ എല്ലാ സ്വത്തും ചേട്ടന്റെ പേരിൽ എഴുതി വെച്ചത് കൊണ്ട് തന്നെ അനുജൻ വന്ന് ചേട്ടനോട് വഴക്കു കൂടുകയാ. അതേ സമയം തന്നെയായിരുന്നു ബാത്റൂമിൽ നിന്നും താടി വെച്ചൊരാൾ ഇറങ്ങി വരുന്നതും. ബാത്റൂം ഒന്നും ഒട്ടും ക്ലീൻ അല്ലല്ലോ എന്ന് അയാൾ വന്ന് ഗോഡൌണിന്റെ ഓണറോട് ചോദിക്കുന്നു. എന്നാൽ ഓണറും ആ കൂട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അകത്ത് കുറച്ചുപേര് രാഷ്ട്രീയമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അവരോട് പോയി പറ ഇതൊന്ന് വൃത്തിയാക്കാനെന്ന്. അങ്ങനെ ആ താടി വെച്ച ആളാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. അതേസമയം അവിടെ ഉണ്ടായിരുന്നത് പൊന്നിയുടെ ഹസ്ബൻഡായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ജാതിയിൽ കുറച്ച് താഴ്ന്നതാണ്. ആ കൂട്ടത്തിലുള്ളതാണ് പൊന്നിയുടെ ഹസ്ബൻഡും. പൊന്നിയുടെ ഹസ്ബൻഡ് കൂടെയുള്ള ജോലിക്കാരനോട് പറയുന്നത്, നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാ ഇവരൊക്കെ നമ്മളെ ഒരുപാട് ദ്രോഹിക്കുന്നത്. ഇവരെയൊക്കെ എതിർക്കണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരണം. അതുകൊണ്ട് നീ കൗൺസിലർ ആകണമെന്നും കൂടെയുള്ള കൂലിത്തൊഴിലാളിയോട് പറയുന്നു. എന്നാൽ ഇത് അകത്തേക്ക് കയറി വന്ന അയാൾ കേൾക്കുന്നുണ്ട്. നിനക്കൊക്കെ ഇനി രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്ന് ചോദിച്ച് പൊന്നിയുടെ ഹസ്ബൻഡിനെ ഒരുപാട് വഴക്ക് പറയും. കൂടെ പുറത്തിരുന്ന 4 പേരും കയറി വരുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ പൊന്നിയുടെ ഹസ്ബൻഡിനോട് മോശമായിട്ടാണ് ഓരോന്ന് പറയുന്നത്. മാത്രവുമല്ല പൊന്നിയെക്കുറിച്ചും മോശമായിട്ട് സംസാരിക്കുന്നു. അത് കേട്ട് പൊന്നിയുടെ ഹസ്ബൻഡിന് ദേഷ്യം വരികയും അവിടെ വെച്ച് ചെറിയൊരു ഫൈറ്റൊക്കെ നടക്കുകയാണ്. അങ്ങനെ പൊന്നിയുടെ ഹസ്ബൻഡാണെങ്കിൽ ആ ജോലിയും ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരുന്നു. അതേസമയം സംഗയ്യയെ കാണിക്കുകയാണ്. സംഗയ്യ പൊന്നിയുടെ മകളുമായിട്ടിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരെങ്ങനെയാണ് കണക്ഷൻ എന്നുള്ളത് വഴിയെ പറയാം. അതേ സമയമായിരുന്നു പൊന്നി അവിടേക്ക് വരുന്നത്. പൊന്നി ഒരു പോലീസ് ഉദ്യോഗസ്ഥയാ. വഴിയിൽ കാണുന്നവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞ് മകളെയും വഴക്ക് പറഞ്ഞിട്ടാണ് പൊന്നി മകളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നത്. വീട്ടിലെത്തുന്ന സമയത്ത് മുഖമൊക്കെ മുറിവുമായിട്ട് പൊന്നിയുടെ ഹസ്ബൻഡും അവിടെയുണ്ട്. എന്ത് പറ്റിയെന്ന് പൊന്നി ചോദിക്കുമ്പോൾ ഞാൻ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് കാരണം പൊന്നിയുടെ ഹസ്ബൻഡ് പറയും. അവരെന്തോ പറയട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ആകെയുള്ളത് ഈ ജോലിയല്ലേ. ഈ ജോലി കളഞ്ഞിട്ട് വന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കാനാ എന്ന് പൊന്നി പറയുന്നു. പൊന്നി പറയുന്നത് കേട്ട ഹസ്ബൻഡ് ആണെങ്കിൽ അടുത്ത ദിവസം അവരോട് പോയി മാപ്പ് പറയുവാനായും തീരുമാനിക്കുകയാണ്. പൊന്നിയുടെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അയാളുടെ ഒരു പരിചയക്കാരനായിരുന്നു. അങ്ങനെ അവർ എത്തുകയാണ്. അയാൾ ചെന്നിട്ട് പൊന്നിയുടെ ഹസ്ബൻഡ് ചെന്നതിന് മാപ്പ് പറയും. അതെന്താ അവൻ പറയത്തില്ലേ എന്ന് 4 പേരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ പൊന്നിയുടെ ഹസ്ബൻഡും വന്ന് മാപ്പ് പറയുകയാ. അത് കേട്ടുകൊണ്ട് നിന്ന ഫാക്ടറിയുടെ ഓണറാണെങ്കിൽ പൊന്നിയുടെ ഹസ്ബൻഡിനെ മോശമായിട്ടാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം അവൻ കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അവർ ഒരു കാര്യം പറയുകയാണ്. ഒരു കാര്യം ചെയ്, നിന്റെ ഭാര്യയെ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ദിവസത്തേക്ക് കൊണ്ടുവന്നാക്കിയിട്ട് പോകുവാനായിട്ടും പറയുന്നു. വളരെ മോശമായിട്ടാണ് പൊന്നിയെക്കുറിച്ച് അവർ സംസാരിച്ചത്. എന്നാൽ അതവന് സഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ മുഖത്തേക്ക് അവൻ കാർക്കിച്ച് തുപ്പുന്നു. വീണ്ടും അവിടെ അടി നടക്കുകയാണ്. പൊന്നിയുടെ ഭർത്താവിന്റെ കൂടെ വന്ന ആളാണെങ്കിൽ അവനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നാൽ ആ ഒരു ഫാക്ടറി ഓണർക്കും അയാളുടെ 3 കൂട്ടുകാർക്കും അത് വല്ലാതെ ദേഷ്യമുണ്ടാക്കി. അവനെയും അവന്റെ കുടുംബത്തെയും കൊന്നുകളയണമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. മറ്റൊരു വശത്ത് സംഗയ്യയെ കാണിക്കുന്നു. സംഗയ്യക്കടുത്തേക്ക് സുഡല എന്നൊരു പയ്യനും പിന്നെ പൊന്നിയുടെ മകളും എത്തുകയാണ്. ഈ സുഡലയ്ക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല. അതേസമയം തന്നെയായിരുന്നു സുഡലയുടെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് ഇവിടെയൊന്നും വന്നുകൂടാ എന്ന് പറഞ്ഞ് തന്റെ മകനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സുഡലയുടെ അച്ഛൻ ആ 4 പേരുടെ കൂട്ടത്തിലുള്ള ആളാണ്. അന്നേ ദിവസം രാത്രി പൊന്നി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുവാൻ നേരത്ത് ഒരു പ്രശ്നം നടക്കുകയാണ്. നമുക്ക് അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പൊന്നിയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് ആ ഒരു ഗോഡൌണിന്റെ ഓണറായിട്ടുള്ള അയാൾക്കും കൂട്ടുകാർക്കും അടുത്തേക്കാണ്. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ പൊന്നിയെ അവിടെ നിർത്തിയിട്ട് പോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അതാണോ പൊന്നി, എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടെന്നും ഫാക്ടറി ഓണർ പറയുന്നു.
തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവന്റെ ഭാര്യയാണ് ആ നിൽക്കുന്നതെന്ന് അവർക്ക് 4 പേർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്നും 4 പേരും തീരുമാനിക്കുന്നു. അവളൊരു പോലീസുകാരിയാ, അവളോടൊന്നിനും പോകരുതെന്ന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോഴും അതൊന്നും കേൾക്കാതെ പൊന്നിയെ അവിടേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് പൊന്നിയെ ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. അടുത്തുണ്ടായിരുന്ന ഒരു ഓലക്കെട്ടിടത്തിലേക്ക് അവളെ കൊണ്ടുപോയിടുന്നു. അതിനുശേഷം 4 പേരും ഓരോരുത്തരായിട്ട് ആ ഒരു ഓലക്കെട്ടിടത്തിലേക്ക് കയറുകയാണ്. അവളെ ക്രൂരമായിട്ട് മർദ്ദിക്കും. അതിനുശേഷം 4 പേരും അവളെ ക്രൂരമായി തന്നെ റേപ്പ് ചെയ്യുകയാണ്. പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. പയ്യന്മാരോട് നിങ്ങളും പോയി നിങ്ങളുടെ ഇഷ്ടത്തിന് അവളോട് എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ പയ്യന്മാരെയും അകത്തേക്ക് കടത്തുന്നു. എന്നാൽ ആ ഒരു കൂട്ടത്തിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത സുഡല എന്ന പയ്യനും ഉണ്ടായിരുന്നു. അവസാനമായിട്ട് പൊന്നിക്കടുത്തേക്ക് വരുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് സംഗയ്യയും പൊന്നിയുടെ മകളെയുമാ. ഒരുപാട് നേരമായിട്ടും പൊന്നിയെ കാണുന്നില്ല. മകളെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാ സംഗയ്യ. നിന്റെ അമ്മയെ കാണുന്നില്ലല്ലോ, വാ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് സംഗയ്യ പൊന്നിയുടെ മകളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തുമ്പോൾ പൊന്നിയുടെ ഹസ്ബൻഡ് മദ്യപിച്ച് അവിടെ കിടന്നുറങ്ങുകയാ. എന്തായാലും നീ പോയി കിടന്നുറങ്ങിക്കോ, അമ്മ വരുന്നതുവരെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്നും സംഗയ്യ പറയുന്നു. അതേ സമയമായിരുന്നു 4 പേരും പൊന്നിയുടെ ഹസ്ബൻഡിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി പൊന്നിയുടെ വീടിന്റെ പരിസരത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നിൽക്കുകയായിരുന്ന സംഗയ്യയെ കാണുന്നു. ഒരു കല്ലുകൊണ്ട് സംഗയ്യയുടെ തലക്കടിച്ച് അവന് ബോധം കെടുത്തുകയാണ്. അതിനുശേഷം നേരെ ചെന്ന് ആ കുടിലങ്ങ് കത്തിച്ചു കളയും. കുടില് മുഴുവൻ കത്തിപ്പിടിക്കുകയാണ്. അതിനുള്ളിൽ കിടന്ന് പൊന്നിയുടെ ഹസ്ബൻഡും മകളും മരണപ്പെട്ടു പോകുന്നു. എത്രയൊക്കെ സംഗയെ അവരെ രക്ഷിക്കുവാനായി നോക്കിയെങ്കിലും നടന്നതേയില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി. സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീ വയറ്റിലടിച്ചുകൊണ്ട് അയ്യയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ, അവരെയാണ് കാണിക്കുന്നത്. അവരാരെന്നാൽ യഥാർത്ഥത്തിൽ സംഗയ്യയുടെ അമ്മയാണ്. സംഗയ്യയുടെ അച്ഛനാണെങ്കിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ സ്ത്രീയിൽ സംഗയ്യയുടെ അച്ഛന് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞ് മറ്റാരുമല്ല, പൊന്നിയാണ്. അപ്പോൾ സംഗയ്യയും പൊന്നിയും സഹോദരങ്ങളാ. സംഗയ്യയുടെ അമ്മയാണെങ്കിൽ ഒരുപാട് അവരെ ശപിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ആ സീൻ അവിടെ കട്ടായി. പൊന്നി തന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാ. വീട് മുഴുവൻ കത്തിക്കരിഞ്ഞു പോയല്ലോ. ഹസ്ബൻഡും മകളും കത്തിക്കരിഞ്ഞ് അതിൽ കിടന്ന് മരണപ്പെട്ടു. ഹസ്ബൻഡിനെയും മകളെയും നഷ്ടമായി ആ ഒരു വേദനയിലിരിക്കുന്ന പൊന്നിക്കടുത്തേക്ക് സംഗയ്യ എത്തുകയാണ്. നിങ്ങളുടെ അമ്മ ശപിച്ചതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ എന്ന് പൊന്നി പറയുകയാണ്. 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യവും പൊന്നിയോട് സംഗയ്യ പറയും. പൊന്നിയും സംഗയ്യയും കുട്ടിക്കാലത്തധികം മിണ്ടത്തില്ല എന്നുണ്ടെങ്കിലും പൊന്നിക്ക് എന്താവശ്യത്തിനും സംഗയ്യുണ്ട്. സംഗയ്യയ്ക്ക് പൊന്നിയെ കുട്ടിക്കാലത്തെ വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് ഇപ്പോഴും ഒരു തുണയായിട്ട് തന്നെ സംഗയ്യ നിൽക്കുകയാണ്. 4 പേർക്കുമെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണല്ലോ. അങ്ങനെ പൊന്നി കോടതിയിലേക്ക് എത്തുന്നു. പൊന്നിയുടെ വക്കീൽ പറയുന്നത് 2 പേരെ കൊന്ന കുറ്റത്തിന് അവരുടെ കയ്യിൽ കാശുള്ളത് കൊണ്ട് തന്നെ അവർ ഈസിയായിട്ട് പുറത്തിറങ്ങും. നീ ഒരു കാര്യം ചെയ്, റേപ്പ് കേസ് ഫയൽ ചെയ്യുവാനായിട്ടും വക്കീൽ ഉപദേശിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു 4 പേർക്കും വേണ്ടി വാദിക്കുവാനായിട്ട് അവരുടെ സ്വന്തക്കാരിയായ ഒരു വക്കീൽ ഹാജരാകുന്നതും. എന്നാൽ പൊന്നി അന്ന് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ലേ, റേപ്പ് കേസ് പൊന്നി ഫയൽ ചെയ്തു കഴിഞ്ഞാൽ താനും പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പൊന്നി ബ്രെയിൻ വാഷ് ചെയ്യുവാനായും എത്തുന്നു. എന്നാൽ പൊന്നിക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ പറയുന്നത്, നീ എങ്ങനെയുള്ള ആളാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നീ ഒരു കാര്യത്തിലും ഇടപെടരുതെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്നും ഓടിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു 4 പേരെയും കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. കാഷ്വലായിട്ട് ഒന്നും ചെയ്യാത്ത മട്ടിലാണ് അവർ 4 പേരും നടന്നു വരുന്നത്. മാത്രവുമല്ല പോലീസുകാരോടൊക്കെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നു. എന്ത് ചെയ്യാനും ഒരു മടിയുമില്ലാത്ത, എന്ത് കുറ്റം ചെയ്താലും കാശെറിഞ്ഞാൽ ഈസിയായിട്ട് പുറത്തു വരാമെന്ന മൈൻഡ് സെറ്റുള്ള അഹങ്കാരികളാണ് ആ 4 പേരും. അങ്ങനെ കോടതിയിലേക്ക് എത്തുമ്പോഴും പോലീസുകാരോടൊക്കെ വലിയ ദേഷ്യത്തിലാണ് അവർ സംസാരിക്കുന്നത്. കേസ് നടക്കുകയാണ്. 4 പേരും കത്തിച്ച കുടില് ആരുമില്ലാത്തതായിരുന്നു എന്ന് വാദിക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്നത്, ഒരു കുടിലിൽ ആരുമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങ് കത്തിക്കുമോ എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുവാനായിട്ട് 15 ദിവസത്തേക്ക് അവരെ റിമാൻഡ് ചെയ്യുന്നു. എന്നാൽ വക്കീലും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 4 പേരും ചേർന്ന് ഒരു പ്ലാൻ ഇടുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ 4 പേരെയും കിട്ടുന്നതിന് മുൻപായിട്ട് അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് വക്കീലും കൂട്ടരും ചേർന്ന് കോടതിക്ക് മുന്നിലായിട്ട് ചെറിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നു. ആ ഒരു പ്രശ്നത്തിലായിരുന്നു എല്ലാ ആളുകളുടെയും ശ്രദ്ധ. ആ ഒരു ഗ്യാപ്പിൽ കോടതിയിലെ പിറകുവശത്തു കൂടി 4 പേരെയും രക്ഷപ്പെടുവാനായിട്ടും സഹായിക്കുന്നു. അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുവാനായി എത്തിയിരിക്കുന്നത്, സിനിമയുടെ തുടക്കത്തിൽ ഈ 4 പേരും ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് 2 സഹോദരങ്ങളെ കാണിച്ചില്ലായിരുന്നോ, അതില് തന്റെ അച്ഛനാണെങ്കിൽ ചേട്ടന്റെ പേരിൽ എല്ലാ സ്വത്തും എഴുതി വെച്ചു എന്ന് പറഞ്ഞൊരു സഹോദരൻ പ്രശ്നമുണ്ടാക്കി. അതേ സഹോദരൻ തന്നെയാണ് ഇപ്പോൾ അവരെ രക്ഷിക്കുവാനായി വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് മതിൽ ചാടി അവരെല്ലാവരും പുറത്തു കടക്കുന്നു. ഇതിനെല്ലാത്തിനും സഹായിച്ചത് ആ പോലീസ് ഇൻസ്പെക്ടർ അല്ലേ. എന്നിട്ട് കാഷ്വലായിട്ട് വന്നിട്ട് അവർ 4 പേരും രക്ഷപ്പെട്ടു പോയി എന്ന് പറയുക. പൊന്നിക്ക് പക്ഷെ മനസ്സിലായി ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് രക്ഷപ്പെടുവാനായിട്ട് സഹായിച്ചതെന്ന്. നീ കാരണമല്ലേ അവർ രക്ഷപ്പെട്ടു പോയതെന്നൊക്കെ പൊന്നി ചോദിക്കുകയാണ്. പൊന്നിക്കാണെങ്കിൽ ആകെ ദേഷ്യം. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസുകാരനും ഒഴിഞ്ഞു മാറുന്നു. കോടതിയിൽ ചെറിയ
ചെറിയ പ്രശ്നം നടക്കുകയാ. എന്നാൽ അതേസമയം തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ വക്കീലിനടുത്തേക്ക് വന്ന് ചിരിച്ച് സംസാരിക്കുന്നതെല്ലാം പുറത്തുനിന്ന് സംഗയെ കാണുന്നു. പൊന്നിക്കാണെങ്കിൽ ആകെ സങ്കടം. അവളുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവൾക്കടുത്തേക്ക് സംഗയ എത്തുന്നു. സംഗയ പറയുന്നത്, എന്റെ മകൻ ഒരു മാങ്ങ കണ്ട് ആ മാങ്ങ പറിച്ചു. ആ മാങ്ങ പറിച്ചതിന് അവനെ കെട്ടിയിട്ട് തല്ലി. അത് ചോദിക്കുവാനായി ചെന്ന എന്റെ ഭാര്യയും അവർ തല്ലി. രണ്ടുപേരെയും കൊന്നുകളയുകയാണ് ചെയ്തത്. വെറും ഒരു മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ഭാര്യയും മകനെയും കൊന്നുകളഞ്ഞു. അന്നു മുതൽ എനിക്ക് റിവഞ്ച് എടുക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാനങ്ങനെ റിവഞ്ച് എടുക്കുവാനായി തീരുമാനിച്ച് നിന്ന സമയത്തായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും കണ്ടത്. നിന്റെ മകളെ കണ്ടതോടുകൂടി എനിക്കിനിയും ജീവിക്കണമെന്ന് തോന്നി. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ റിവഞ്ച് എടുക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ രണ്ടുപേരും ജീവനോടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സംഗയ്യ കരയുന്നു. എന്നാൽ അത് കേട്ട് പൊന്നി പറയുന്നത്, നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും താങ്ങാനായി കഴിയത്തില്ല. അവരോട് ആരാണോ മോശമായി പെരുമാറിയത്, അവരുടെ മരണത്തിന് ആരാണോ ഉത്തരവാദിയായത്, അവരെ കൊല്ലണം. അവരോട് കൊന്നു തന്നെ നമ്മുടെ പ്രതികാരം വീട്ടണമെന്നുള്ള കാര്യം പൊന്നി പറയുന്നു. പൊന്നി കുറേ കാര്യങ്ങൾ പറയുകയാണ്. അതെല്ലാം കേട്ട് സംഗയ്യക്കാണെങ്കിൽ പ്രതികാരം ചെയ്യണമെന്ന വാശിയായി. അങ്ങനെ അവർ പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പഴയൊരു വീട്ടിലേക്ക് എത്തിക്കുകയാണ് പൊന്നിയും സംഗയയും. അവിടെ ഒരു സ്ത്രീയെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നു. ആ ഒരു സീനാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. ആ ഒരു സ്ത്രീ മറ്റാരുമല്ല, 4 പേർക്കും വേണ്ടി വാദിക്കാനായി എത്തിയ വക്കീലിനെയായിരുന്നു. വക്കീലിനോട് 4 പേരെയും എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവരുടെ സ്ഥലങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. അതിനുശേഷം, നീയും അവരുടെ കൂട്ടത്തിൽ ഒരാളല്ലേ, അവരെ രക്ഷപ്പെടുവാനായിട്ട് നീയും സഹായിച്ചതല്ലേ എന്ന് ചോദിച്ച് പൊന്നിയാണെങ്കിൽ അവരെ കത്തികൊണ്ട് കുത്തുകയും ജീവനോട് കൂടി കൊളുത്തുകയും ചെയ്തു. അതിനുശേഷം നേരെ പോകുന്നത് ആദ്യത്തെ ആളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ താടിക്കാരനായിട്ടുള്ള ആളാണ്. ആ താടിക്കാരൻ ഇപ്പോൾ ഉള്ളത് കാടിനുള്ളിലുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിലാണ്. അവിടേക്ക് അയാൾക്ക് മദ്യവും സൈഡ് ഡിഷും ഒക്കെ എത്തിക്കുന്നത് ഒരു ചെറിയ പയ്യനാ. ആ പയ്യനാണെങ്കിൽ സൈഡ് ഡിഷ് കൊണ്ടുവരുന്ന സമയത്ത്, നിനക്ക് വല്ല സഹോദരിയും ഉണ്ടോ, ഉണ്ടെങ്കിൽ അവളെ കൂടി കൊണ്ടുവരുവാനായിട്ടും ആ പയ്യനോട് പറയുന്നു. അവന് വല്ലാതെ ദേഷ്യം വരികയാ. എന്നാൽ അതേ സമയത്തായിരുന്നു പൊന്നിയും സംഗയും അവിടേക്ക് എത്തുന്നത്. അവരെ കണ്ടതും താടിക്കാരന് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. വാ വാ, നിന്നെയൊക്കെ രണ്ടെണ്ണത്തിനെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തും. മാത്രമല്ല പൊന്നിയെ മോശമായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ പൊന്നിയോട് പറയുന്നത്. പൊന്നിയും സംഗയും കൂളായിട്ട് അയാൾക്കടുത്തേക്ക് ചെല്ലുന്നു. അയാളാണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരെയും കൊല്ലാമെന്ന മട്ടിൽ നിൽക്കുക. പക്ഷേ തന്റെ കയ്യിൽ കിട്ടിയൊരു കല്ലുകൊണ്ട് അയാളെ ഇടിച്ച് വീഴ്ത്തുക. അതിനുശേഷം അയാളെ അവിടെ നിന്നും വലിച്ചിടിച്ചു കൊണ്ടുപോകുന്നു. സംഗയ്യയ്ക്ക് നന്നായിട്ട് മനസ്സിലായി അയാളാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ നിൽക്കുകയാണെന്ന്. അകത്തു കൊണ്ടുപോയി കട്ടിലിൽ കെട്ടിയിടുന്നു. അതിനുശേഷം അയാളുടെ പ്രൈവറ്റ് പാർട്ടില് അവരുടെ കയ്യിലിരുന്ന ആസിഡ് എടുത്ത് ഒഴിക്കുന്നു. അതിനുശേഷം പതിയെ പതിയെ വേദന അനുഭവിപ്പിച്ച് തന്നെ അയാളെ കൊല്ലുകയാണ്. ഇതെല്ലാം ആ പയ്യനും കാണുന്നുണ്ട്. പക്ഷെ പയ്യനാണെങ്കിൽ ആരോടും ഒന്നും പറയത്തേയില്ല. അതിനുശേഷം രണ്ടാമത്തെ ആളിനെ കാണിക്കുന്നു. അയാളും കാടിനുള്ളിൽ ഒളിച്ചു താമസിക്കുക. എന്നാൽ അയാൾക്കടുത്തേക്ക് അയാളുടെ സഹോദരനാണ് എത്തുന്നത്. രണ്ടാമത്തെ ആളാണ് സുഡലയുടെ അച്ഛൻ. സഹോദരനുമായിട്ട് സ്വത്ത് തർക്കമുണ്ടായിരുന്നല്ലോ. എന്നാൽ പൊന്നിയും സംഗയും എത്തുന്നതിന് മുൻപ് തന്നെ സഹോദരനാണെങ്കിൽ അയാളെ കൊന്നുകളയുന്നു. അവിടേക്ക് എത്തിയ പൊന്നിയാണെങ്കിൽ, നമ്മൾ കൊല്ലുന്നതിന് മുൻപ് ഇവനെ വേറെ ആരോ കൊന്നിരിക്കുന്നു, അതാരെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാ. അവളുടെ പ്രതികാരം വീട്ടുവാനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ലല്ലോ. ആ ഒരു ദേഷ്യം അവൾക്കുണ്ട്. എന്നാൽ അതേസമയം അവിടെയുണ്ടായിരുന്ന സുഡലയാണെങ്കിൽ അപ്പാ അപ്പാ എന്ന് വിളിച്ച് കരയുകയാണ്. സുഡലയെ പൊന്നി കാണുന്നു. പൊന്നിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരികയാണ്. സുഡലയ്ക്കടുത്തേക്ക് എത്തിയിട്ട് ഇവനും എന്നെ റേപ്പ് ചെയ്ത ആളിൽ ഒരാളാണെന്ന് പറഞ്ഞ് വല്ലാതെ അവൾ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നു. എന്നാൽ ഇത് സംഗയെ വിശ്വസിക്കുന്നില്ല. അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നാണ് സംഗയ പറയുന്നത്. ഇവനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു, ഞാനിവനെ കണ്ടതാണെന്നും പൊന്നി പറയുന്നു. ഇവനെയും എനിക്ക് കൊല്ലണമെന്നും പൊന്നി അലറി വിളിക്കുകയാ. എന്നാൽ സംഗയ പറയുന്നത്, എന്തായാലും ഇവരെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് അവർ വന്ന വണ്ടിയിലേക്ക് കയറ്റുന്നു. പക്ഷേ ഇതെല്ലാം സുഡലയുടെ അച്ഛനെ കൊന്ന ആളാണെങ്കിൽ അവിടെ നിന്ന് നോക്കി കാണുകയാ. മൂന്നാമത്തെ ആളിനെയും കണ്ടെത്തിയിരിക്കുകയാണ്. അയാളുള്ളത് കടലിലെ ഒരു ബോട്ടിലാ. അതുകൊണ്ട് തന്നെ കടലിലേക്ക് എത്തിയിരിക്കുകയാണ് പൊന്നിയും സംഗയും. ആ ബോട്ടിലേക്ക് എത്തുവാനായിട്ട് അവരെ സഹായിക്കുന്നത് ഒരു മുക്കുവനായിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ ബോട്ടിന്റെ പരിസരത്തേക്ക് എത്തി ആ ബോട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിയുന്നു. അതിനുശേഷം ബോട്ട് കത്തിപ്പിടിക്കുമ്പോൾ അതിനുള്ളിൽ നിന്നും ഒളിച്ചിരിക്കുന്ന ആളിനെയും കടത്തിക്കൊണ്ടു പോവുകയാ. അവർ സഞ്ചരിക്കുന്ന വണ്ടിയിലേക്കാണ് അയാളെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ആ വണ്ടിയിലിട്ട് സംഗയ്യാണെങ്കിൽ അയാളെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അതിനുശേഷം, എവിടെ സുഡല എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അവനെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നു, അതുകൊണ്ട് ഇവിടുത്തെ അടുത്ത ഗ്രാമത്തിൽ ഞാൻ അവനെ കൊണ്ടുവന്ന് വിട്ടു എന്നും അവൾ പറയുകയാണ്. അത് കേട്ട്, നിനക്കെന്താ വട്ടാണോ, ഞാൻ അവനെ പോയി കണ്ടുപിടിച്ചിട്ട് വരാം, നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കത്തിയും പൊന്നിയുടെ കയ്യിൽ കൊടുത്തിട്ട് സംഗയ്യ അവിടെ നിന്നും സുഡലയെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ പൊന്നിയാണെങ്കിൽ അയാളെ ക്രൂരമായിട്ട് കുത്തുകയാണ്.
വേദന അനുഭവിച്ച് തന്നെയാണ് അയാൾ മരിക്കുന്നതും. അതേ സമയം തന്നെയായിരുന്നു സംഗയ്യ സുഡലയെ കണ്ടുപിടിക്കുന്നത്. സുഡല വല്ലാതെ പേടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സംഗയ്യാണെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയം തന്നെയായിരുന്നു സംഗയ്യയെ പിന്നിലൂടെ വന്ന് ഒരാൾ കയ്യിൽ വെട്ടുന്നത്. അത് യഥാർത്ഥത്തിൽ സുഡലയുടെ അച്ഛന്റെ സഹോദരനും കൂട്ടരുമായിരുന്നു. ഇവരെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്താണ് എത്തിയിരിക്കുന്നതും. പക്ഷേ സംഗയുടെ കയ്യിലാണെങ്കിൽ തോക്കുണ്ടല്ലോ. തോക്കെടുത്ത് അയാളെ അങ്ങ് വെടിവെക്കുന്നു. കൂടാതെ സംഗയ്യ അവൻ കൊണ്ടുവന്ന കത്തി തന്നെ ഉപയോഗിച്ച് അവനെ ക്രൂരമായിട്ട് കുത്തുന്നു. ഇതെല്ലാം കൂടെ വന്ന ആളുകളാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അതിനുശേഷം സുഡലയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഒരു കൂട്ടം ആളുകൾ തന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ള കാര്യം സംഗയ്യയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. സംഗയ്യയുടെ കയ്യിൽ തോക്കിരിക്കുന്നത് കൊണ്ട് ആർക്കും തന്നെ സംഗയ്യക്കടുത്തേക്ക് അടുക്കുവാനേയും കഴിയുന്നില്ല. സംഗയ്യ സുഡലയും കൊണ്ട് വേഗത്തിൽ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. സംഗയുടെ കയ്യിലുള്ള തോക്കിലെ ബുള്ളറ്റ് തീർന്നുവെന്ന് മനസ്സിലാക്കിയ ആ വില്ലന്മാരെല്ലാവരും സംഗയ്യയും ഫോളോ ചെയ്യുന്നു. വണ്ടിയിലേക്ക് വന്നു കയറിയ സംഗയ്യ എത്രയും വേഗം വണ്ടി എടുക്കണമെന്നും പൊന്നിയോട് പറയുന്നു. അങ്ങനെ പൊന്നിയാണെങ്കിൽ വണ്ടി റിവേഴ്സിൽ എടുക്കുകയാണ്. വില്ലന്മാരെല്ലാവരും അവരുടെ പിന്നാലെയും വരുന്നുണ്ട്. ആരാ ഇവരൊക്കെ എന്ന് പൊന്നി ചോദിക്കുന്നു. ആദ്യമൊക്കെ സംഗയ്യ പറയുവാനേ മടിക്കും. എന്നാൽ ഒടുവിൽ പൊന്നി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം ആ ഫാക്ടറി ഓണറുടെ ആളുകളാണെന്നുള്ള കാര്യവും സംഗയ്യ പറയും. അത് കേട്ടതും പൊന്നിക്ക് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവരും ആ കൂട്ടത്തിലുള്ളവരല്ലേ, ഇവരെയും കൊന്നുകളയണമെന്നും അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ റിവേഴ്സ് എടുത്ത വണ്ടി വീണ്ടും സ്പീഡിൽ തന്നെ മുന്നോട്ടെടുക്കുകയാണ്. അവളുടെ മുന്നിൽപ്പെട്ട എല്ലാ ആളുകളെയും അവൾ ഇടിച്ച് കൊലപ്പെടുത്തുന്നു. ഒരുപാട് പേരുടെ ദേഹത്തു കൂടി വണ്ടി കയറ്റി ഇറക്കുകയാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തുന്നു. പക്ഷേ അതിൽ വണ്ടി ഇടിക്കാത്ത ചിലർ വന്നിട്ട് എന്റെ അണ്ണനെ നീ കൊല്ലുവാനായി ശ്രമിക്കുന്നു എന്ന് ചോദിച്ച് കത്തി കൊണ്ട് അവളെ കുത്തുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ അവളാണെങ്കിൽ ആ ഒരു കത്തിയിൽ പിടിച്ചിരിക്കുകയാണ്. ഒന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു കത്തി നേരെ വന്ന് കയറുന്നത് പൊന്നിയുടെ കഴുത്തിലേക്കും. ഒടുവിൽ പൊന്നിയുടെ കയ്യിൽ ഒരു തോക്ക് കിട്ടുകയാ. അതെടുത്ത് അവൾ അവരെ വെടിവെക്കുന്നു. അതോടുകൂടി ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് വില്ലന് മനസ്സിലായി. അതായത് സുഡലയുടെ അച്ഛന്റെ സഹോദരന് മനസ്സിലായി. അവനാണെങ്കിൽ ഒളിച്ചു നിന്നാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി നാലാമത്തെ ആളിനെ കാണിക്കുന്നു. നാലാമത്തെ ആളാണ് ഫാക്ടറി ഓണർ, അതായത് മെയിൻ വില്ലൻ. അയാളാണെങ്കിൽ ഒരു തിയേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാ. അയാളെ തേടി പോലീസ് ഉദ്യോഗസ്ഥനെത്തുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പൊന്നി നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയാ, കയ്യിൽ കിട്ടിയ കൊല്ലുമെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അത് കേട്ട് ഓണർ പറയുന്നത്, വെറും ഒരു പെണ്ണ് എന്നെ കൊല്ലാൻ, അവളെ പേടിച്ച് ഞാനിനി ഓടണോ എന്നൊക്കെ പറഞ്ഞ് പൊന്നിയെ കളിയാക്കിയാണ് സംസാരിക്കുന്നത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ധൈര്യത്തിനായിട്ട് ഈ ഒരു തോക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ ഒരു തോക്കും കൊടുക്കുന്നു. അവൾക്ക് എന്നോട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവൾ എന്റെ നേർക്ക് നേരെ വരട്ടെ എന്ന് പറഞ്ഞ് പൊന്നിയെ അപമാനിച്ചാണ് ആ ഒരു ഓണർ സംസാരിക്കുന്നത്. അതേ സമയം തന്നെയായിരുന്നു പൊന്നിയും സംഗയും ആ പരിസരത്തേക്ക് എത്തുന്നത്. എന്നാൽ തിയേറ്ററിന്റെ പരിസരത്തായിട്ട് ഒരുപാട് പേരെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിർത്തിയിരുന്നു. പൊന്നിയും സംഗയും വന്നത് അവർക്ക് മനസ്സിലായി. പൊന്നിയെ വണ്ടിയിലെടുത്തിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സംഗയെ അകത്തേക്ക് പോകുന്നു. എന്നാൽ സംഗയെ അവിടെ ഒരുപാട് പേര് ഉപദ്രവിക്കുകയാണ്. അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് നടക്കും. അവസാനം സംഗയ്യയ്ക്ക് ഒരുപാട് മുറിവുകളും പറ്റുന്നു. എന്നാലും സംഗയാണെങ്കിൽ അതിനിടയിലൂടെയും ഒരുപാട് പേര് സംഗയെ കൊന്നിട്ടാണ് അകത്തേക്ക് കടക്കുന്നത്. ആ ഒരു ഗ്യാപ്പിൽ പൊന്നിയും നേരെ തിയേറ്ററിനകത്തേക്ക് കടക്കുന്നു. എന്നാൽ പൊന്നി വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ പൊന്നിയെ ഷൂട്ട് ചെയ്യുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു പൊന്നി തന്റെ കയ്യിലിരുന്ന് തോക്കെടുത്ത് അയാളെ വെടിവെക്കുന്നതും. അതിനുശേഷം നേരെ എത്തുന്നത് ആ ഒരു ഓണറിനടുത്തേക്കും. അയാളാണെങ്കിൽ പൊന്നിയെ ഉപദ്രവിക്കുവാനായി നോക്കുന്ന സമയത്ത് പൊന്നി തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അയാളെയും ഷൂട്ട് ചെയ്യുന്നു. അയാളാണെങ്കിൽ ആ ഒരു വെടിയേറ്റിരിക്കുന്ന സമയത്തും സ്ത്രീകളെയൊക്കെ വല്ലാതെ അപമാനിക്കും വിധമാണ് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് പൊന്നിയെ. പൊന്നിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നു. പൊന്നിയുടെ കയ്യിൽ ഒരു അരിവാളുമുണ്ട്. എന്നാൽ അവളാണെങ്കിൽ ആ അരിവാളെടുത്ത് ആദ്യം അയാളുടെ കൈ വെട്ടും. അതിനുശേഷം അയാളുടെ കഴുത്തറുക്കുന്നു. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ടാണ് അയാളെ കൊല ചെയ്യുന്നത്. അതിനുശേഷം പൊന്നി പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ അവളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തണമെന്നുള്ളത് കൊണ്ട് തന്നെ തോക്കെടുക്കുവാനായിട്ട് ഇഴഞ്ഞു വരുന്നതും. എന്നാൽ അവിടേക്ക് സംഗയ്യ എത്തുകയും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുന്നിലായിട്ടിരിക്കുന്ന സംഗയ്യ അയാളുടെ കൈ അങ്ങ് വെട്ടിക്കളയുന്നു. അതിനുശേഷം പൊന്നിയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് സംഗയ്യ. വണ്ടിക്കടുത്തേക്ക് എത്തുന്ന സമയത്താണ് സുഡല വണ്ടിയിലില്ല എന്നുള്ള കാര്യവും പൊന്നി അറിയുന്നത്. സുഡല എവിടെയെന്ന് ചോദിക്കുമ്പോൾ വണ്ടിയിലിരുന്നാൽ സേഫ് അല്ല എന്ന് കരുതി അവനെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുക എന്ന് പറഞ്ഞ് സ്ഥലവും പറഞ്ഞു കൊടുത്ത് പൊന്നിയോട് പോയി അവനെ വിളിച്ചുകൊണ്ട് വരുവാനായും പറയുന്നു. എന്നിട്ട് പൊന്നിയാണെങ്കിലോ തന്റെ സഹോദരനെ വണ്ടിയിൽ സേഫായിട്ട് ഇരുത്തിയിട്ട് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് സുഡലയെ വിളിക്കുവാനായി പോകുന്നത്. അതേ സമയം തന്നെയായിരുന്നു സുഡലയുടെ അച്ഛന്റെ സഹോദരനിലെ
ആ ഒരു വില്ലന്റെ ടീം അവരവിടേക്ക് വരുന്നു. എന്നാൽ ഇത് സംഗയെ കാണുന്നുണ്ട്. സംഗയുടെ കയ്യിൽ തോക്കുമില്ല, വാളുമില്ല, ആസിഡുമില്ല, ഒന്നും തന്നെയില്ല. ദേഹം മുഴുവൻ മുറിവും പറ്റിയിരിക്കുന്നു. മാത്രവുമല്ല അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സംഗയ ഒരു ഐഡിയ ചെയ്യുന്നു. ആ ഒരു ഐഡിയ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് പൊന്നിയെ പറഞ്ഞു വിട്ടതും. ഈ ഒരു പ്ലാൻ മുമ്പേ സംഗയെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പൊന്നിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. എന്തെന്നാൽ തന്നെ ലക്ഷ്യമാക്കി എന്തായാലും വില്ലന്മാർ വരുമെന്നുള്ള കാര്യം സംഗയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിയിൽ ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ ഓണാക്കിയ സംഗയ്യാണെങ്കിൽ തീപ്പെട്ടി കത്തിക്കുവാനായും പോവുകയാണ്. അതേസമയം തന്നെയായിരുന്നു വില്ലന്മാർ വണ്ടിക്കടുത്തേക്ക് എത്തുന്നതും സംഗയെ തീപ്പെട്ടി കത്തിക്കുന്നതും. അതോടെ വണ്ടി ബ്ലാസ്റ്റ് ആവുകയാണ്. എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് നമ്മുടെ പൊന്നി കാണുന്നുണ്ട്. പൊന്നി അത് കണ്ടതും തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ സഹോദരൻ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്നും പൊന്നിക്ക് മനസ്സിലായി. ഇത്രയും നാള് പൊന്നിക്ക് സഹോദരനോട് ദേഷ്യമുണ്ടായിരുന്നുവെങ്കിലും ഇന്നവൾക്ക് സഹോദരനോട് സ്നേഹമാണ്. സഹോദരനെ വിളിച്ചവൾ കരയുകയാ. എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ചേട്ടൻ എന്റെ ദൈവമാണെന്ന് പറഞ്ഞാണ് അവൾ കരയുന്നത്. അവൾ പൊട്ടി പൊട്ടി കരയുന്നു. അതിനുശേഷം നേരെ ചെല്ലുന്നത് സുടലയ്ക്കടുത്തേക്കും. സുടലയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പൊന്നി. എന്നാൽ അതേസമയം തന്നെ ഒരു കാര്യം കൂടി കാണിക്കുകയാണ്. പൊന്നി എല്ലാവരും റേപ്പ് ചെയ്തിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് സുടല വന്നിരുന്നല്ലോ. പൊന്നി കരുതിയിരുന്നത് അവളെ റേപ്പ് ചെയ്ത കൂട്ടത്തിൽ സുടലയും ഉണ്ടെന്നാണ്. പക്ഷേ സത്യത്തിൽ സുടല അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അവൻ വന്നപ്പോൾ പൊന്നിയുടെ കരച്ചിലാണ് അവൻ കേട്ടത്. അങ്ങനെ അവനാണെങ്കിൽ തറയിലേക്ക് ഇരുന്നിട്ട് അവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ആ ഒരു കാര്യം മാത്രമായിരുന്നു സുടല ചെയ്തത്. പക്ഷേ ഇന്നും പൊന്നി വിചാരിച്ചിരിക്കുന്നത് അവളെ റേപ്പ് ചെയ്ത കൂട്ടത്തിൽ സുടല ഉണ്ട് എന്നാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്കിൽ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.